നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ട, ഐ ആം കൺവിൻസ്ഡ്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. ഇതൊരു വലിയ പ്രിൻസിപ്പിളാണ്. നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം നമ്മൾ വിജയിക്കില്ല. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നവരാണ്, ജോലിയിലും കുടുംബത്തിലെല്ലാം. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക് എന്നൊക്കെ. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. നമ്മൾ കഴുതയുടെ മാതിരി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടും കുതിരയുടെ മാതിരി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടും ആനയുടെ മാതിരി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടും പോരാ. നമ്മൾ ദൈവമക്കളെ പോലെ ദൈവിക ജ്ഞാനം കൊണ്ടുള്ള ഹാർഡ് വർക്ക് വേണം. ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂളിൽ ചെന്ന സിസ്റ്ററോട് പറഞ്ഞു, ക്ഷമിക്കണം സിസ്റ്ററെ, അവൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യണ്ടെങ്കിൽ അവൾ പെർഫോമൻസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഞാൻ അപ്പൻ എന്നുള്ള നിലയിൽ എൻ്റെ വിനീതമായ അഭിപ്രായം, ഇവളെ ഒരാഴ്ചത്തേക്ക് ഇവൾക്ക് ലീവ് കൊടുക്കുക. ഞാൻ ഇവളെ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഒരാഴ്ച ഇവൾ ധ്യാനിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സിസ്റ്റർ കോൺവെന്റ് സിസ്റ്ററാണ്. അവർ പറഞ്ഞു, വളരെ റെപ്യൂട്ടഡ് കോൺഗ്രിഗേഷൻ. പറഞ്ഞു, എന്തി പറയണേ, അല്ലെങ്കിൽ തന്നെ കൊച്ചിൻ്റെ പെർഫോമൻസ് പൂറായിരിക്കണേത്ത് ഒരാഴ്ച ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ കൊച്ച് ഫെയിലാവുള്ളൂ. ഇവർ പറയണത് കേട്ട് കഴിഞ്ഞാൽ ഈ കൊച്ചൊന്ന് ചത്തുപോണമാതിരിയാണ്. എന്തി പറയണേ, ഈ ഒരാഴ്ച ക്ലാസ്സിൽ വരാതിരിക്കേ പിന്നെ ആ കൊച്ച എങ്ങനെ കോപ്പപ്പ് ചെയ്യും? ആകെ ഭൂമി മുഴുവൻ ഇടിഞ്ഞു വീണ മാതിരിയാണ് പറയണത്. നമുക്കറിയാലോ അല്ലേ, ഒരാഴ്ച കൊച്ചു സ്കൂളിൽ വിടാതിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഞാൻ പറഞ്ഞു, ഐ നോ ദാറ്റ്, ബട്ട് ഐ ബിലീവ് God can do wisdom and that wisdom will change her. അവരെന്തിട്ട് സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു, സിസ്റ്ററെ, ഐ ആം ദ ഫാദർ ഓഫ് ദ ചൈൽഡ് എന്ന് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി അവർക്ക് അല്ലേ. ഐ ആം ദ വൺ ഹു ഹാസ് ടു ഡിസൈഡ് ഇറ്റ്, നിങ്ങളല്ല. ഐ ആം ദ ഫാദർ ഓഫ് ദ ചൈൽഡ്. ഓക്കെ ഓക്കെ, ദെൻ യു ഡു വാട്ട് യു വാണ്ട്. താങ്ക് യു. അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു, വേണമെങ്കിൽ ഇവിടുന്ന് 2-3 പിള്ളേരെയും കൂടി കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു, ദാറ്റ്സ് നോട്ട് മൈ ഡ്യൂട്ടി. ഞാൻ അവളെയും കൊണ്ട് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോയി. നമുക്ക് ഒരാഴ്ച ക്ലാസ് കട്ടി നമ്മൾ ആരെങ്കിലും ചെയ്യോ? ബട്ട് ഐ ഗോട്ട് ദാറ്റ് കറേജ് ടു ഡു ദാറ്റ്. കാരണം ഞാൻ കാണുന്നുണ്ട് കൊച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നു, പക്ഷെ മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഈ ജ്ഞാനത്തിൻ്റെ ഫോക്കസ് ഉള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കി, ഇവൾക്ക് ജ്ഞാനം കിട്ടിയാൽ വളരെ എളുപ്പം കാര്യം നടന്നോളൂ. ഒരാഴ്ച ക്ലാസ് കട്ട് ചെയ്ത് ഇവളെ ധ്യാനത്തിൽ കൊണ്ടുപോയി. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞോളൂ, നീ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. രാവിലെയും ഉച്ചയ്ക്ക് ഓരോ ക്ലാസ്സിലും പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടുമ്പോഴും, തന്നാലും നാഥ എന്ന് പാടുമ്പോഴും, ദൈവമേ ജ്ഞാനം തന്നാലും നാഥ, എന്നിൽ കത്തിപ്പടരണമേന്ന് പാടിയാലും ജ്ഞാനം കത്തിപ്പടരണം. എന്തിനു പറയണു? അവളത് വളരെ വിജയകരമായ ധ്യാനം കൂടി ജ്ഞാനം കിട്ടി. അടുത്ത എക്സാമിന് അവൾ എല്ലാത്തിനും ടോപ്പായി. പ്രൈസ് ദ ലോർഡ്. മനസ്സിലാവണ്ടോ? ദിസ് ഈസ് ക്രിസ്ത്യൻ വേ ഓഫ് ബ്രിങ്ങിങ് അപ്പ് ചിൽഡ്രൻ. അപ്പൊ ഇതിനാദ്യം ഉണ്ടാവേണ്ടത് നമുക്ക് തന്നെ ഈ ജ്ഞാനം കിട്ടണം. യെശയ്യാ 59:21 പറയുകയാണ്, യെശയ്യാ 59:21 പറയുകയാണ്, എനിക്ക് നിങ്ങളോടുമായിട്ടുള്ള ഉടമ്പടി ഇതാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളിൽ നിവേശിപ്പിച്ച എൻ്റെ വചനവും ഞാൻ നിങ്ങളിൽ നിക്ഷേപിച്ച എൻ്റെ ആത്മാവും നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ മക്കളിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ ഒരിക്കലും അകന്നു പോകുകയില്ല. സന്താനം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി അഡാപ്റ്റബിൾ ആയിട്ടുള്ളൊരു വാക്ക് ഉപയോഗിച്ചതാണ്. ഇത് കവനന്റാണ്. 2 പ്രാവശ്യം പറയുകയാണ്. അതിൻ്റെ ആദ്യം അവസാനവും പറയുകയാണ് കർത്താവ് അരുളി ചെയ്യുന്നു. മറ്റൊരു വചനത്തിലും ആദ്യം അവസാനം ഇങ്ങനെ പറഞ്ഞിട്ടില്ല, കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറയും. പക്ഷെ ഇതെൻ്റെ ഉടമ്പടിയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളിൽ നൽകിയ ആത്മാവും ഞാൻ നിങ്ങളിൽ നൽകിയ എൻ്റെ വചനവും നിങ്ങളിൽ നിന്നോ മാറില്ല. അതെന്ത് സംഭവിക്കാതെ? അത് നിങ്ങളുടെ മക്കളിലേക്ക് താനേ പകരും, നിങ്ങളുടെ കുഞ്ഞുമക്കളിലേക്കും പകരും.
കർത്താവ് അരുളിച്ചെയ്തു. ഒന്ന് വിശ്വസിച്ച്, ഒന്ന് കരമുയർത്തിക്കൊണ്ട്, ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി, 2 കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ചുകൊണ്ട്, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജ്ഞാനവും ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനവും ഞങ്ങൾക്ക് മാത്രമായിട്ടല്ല, അത് ഞങ്ങളിലൂടെ ഞങ്ങളുടെ തലമുറകളിലേക്ക്, ഞങ്ങളുടെ കുഞ്ഞുമക്കളിലേക്കും ഒഴുകുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണേ ഞങ്ങളിലൂടെ ഞങ്ങളുടെ മക്കളിലേക്ക് ജ്ഞാനം ഒഴുകുന്നതിന്. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. നമുക്ക് എത്ര മണി വരെയാണ് നമ്മുടെ പ്ലാൻ? 10 മണിക്ക് നിർത്തണം അല്ലേ? അപ്പോൾ ഇനി 10 മിനിറ്റേ ഉള്ളൂ. ഓൾറൈറ്റ്. നമുക്ക് സമാപിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഒരു അഭിഷേക പ്രാർത്ഥനയൊക്കെ നടത്തണം. 5 മിനിറ്റ് മതി അതിന്. നമ്മളതിന് മുമ്പ് ഒന്ന് ചിന്തിച്ച്, ഈ ഇപ്പോൾ 2 മണിക്കൂറോളം അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ ഈ ക്ലാസ് കേട്ടല്ലോ. ഇതിൽ നമുക്ക് കിട്ടിയ ഒരാശയം എന്താ? അതൊന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറയാമോ? ആദ്യം നിങ്ങൾ തമ്മിലൊന്ന് പങ്കുവയ്ക്കും. അടുത്തിരിക്കുന്ന ആളോട് പറയും, ഈ കേട്ട ക്ലാസ്സിൽ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല 1-2 ആശയങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പറഞ്ഞ്. ബെന്നി, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നിങ്ങൾ ഷെയർ ചെയ്യുന്നു. ഓക്കെ. ഇനി ആരെങ്കിലും ഒന്ന് ഇവിടെ വന്ന് പറയാമോ? നിങ്ങൾ എന്താ കേട്ടത്? ആരെങ്കിലും ഒന്ന് ഇവിടെ വന്ന് പറയാം. യെസ്, കം. ഇവിടെ 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 വരണം. ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് ജ്ഞാനത്തിന് വേണ്ടിയുള്ള തെരച്ചില്. ഇന്ന് ഇവിടെ ഏറ്റവും എംഫസൈസ് ചെയ്ത് പറയപ്പെട്ടതും അതിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. ജ്ഞാനത്തിന് വേണ്ടി തേടുക. അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വരമാണ്, ഒരു ദാനമാണ്. അത് നമ്മൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് കുറച്ചും കൂടിയും സമചിത്തതയോടും സമാധാനത്തോടും വിവേകത്തോടും കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഞാനും തേടിക്കൊണ്ടിരിക്കുന്നൊരു സാധനം അത്. പക്ഷേ ഇത് എന്ത് ഫോമിലാണ് വരുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എല്ലാ ദിവസവും കാലത്ത് ഇതുപോലെ തന്നെ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കും വരങ്ങൾക്കും ഈ 2 കാര്യങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ ഈ ജ്ഞാനം എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും വളരെ തീക്ഷ്ണതയോടുകൂടി തോമസ് പോൾ ബ്രദർ പറഞ്ഞ മാതിരി കാലത്ത് എണീറ്റ് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു. ഇനി ആരെങ്കിലും വരിക? ഇതെന്ത് ഫോമിലാന്ന് അറിയണതിന് ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും. സോളമൻ തന്നെ പറയാണ്, എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കുറേ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ജ്ഞാനമാണ് അതിൻ്റെ ജനനിയെന്ന്. എന്ത് സകലത്തിൻ്റെയും ജനനി ജ്ഞാനമാണ്. ആരെങ്കിലും ഒരാളൂട്ടി വന്നിട്ട് എന്തെങ്കിലും പറയൂ. വേറെ എന്തെങ്കിലും ഒരു പോയിന്റ്? സമയമില്ല നമുക്ക്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അല്ലെങ്കിൽ തോമസ് പോളിന് രാവിലെ മുതൽ വൈകുന്നേരം വരെയും വചനം പറയല, അങ്ങേരെ തൊഴിൽ, അങ്ങേരെ എന്തൊക്കെ പറഞ്ഞു, അങ്ങനെ പോയി എന്ന് പറയരുത്. ഈ പറഞ്ഞതുകൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം ഞാൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് യൂട്യൂബിൽ ഇന്ന് രാത്രി തന്നെ ഇടും, അല്ലെങ്കിൽ നാളെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കാവുന്നതാണ്, മറ്റുള്ളവർക്ക് കേൾപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ധ്യാനങ്ങളെല്ലാം ഓൾറെഡി യൂട്യൂബിലുണ്ട്. നിങ്ങളുടെ മൊബൈലിലൂടെ നമുക്കിത് കാണാവുന്നതാണ്. നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ തോമസ് പോൾ കൊടിയൻ എന്ന് അതിനകത്ത് അടിച്ചാൽ മതി. തോമസ് പോൾ കൊടിയൻ
തോമസ് പോൾ കുടിയൻ എന്ന് വിചാരിച്ചാൽ മതി. കുടിയനല്ല, എന്താണ്? കൊടിയൻ. മനസ്സിലായ? KODIYN, കൊടിയൻ. കണ്ടോ, ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ആദ്യം കാണുന്ന, അതിനകത്ത് കുറേ വീഡിയോസ് ഉണ്ട്, അതിലേക്ക് പോകരുത്. വീഡിയോസിലേക്ക് ആദ്യം പോകരുത്. അതിലെൻ്റെ ഒരു പടമുണ്ട്. അവിടെ ചാനൽ, തോമസ് പോൾ കൊടിയൻ്റെ ഒരു ചാനലാണത്. ചാനൽ എന്ന് കാണും. അത് സബ്സ്ക്രൈബ് ചെയ്യും. അതിലേക്ക് പോകാം. അതിൽ പോകുമ്പോൾ അദ്ദേഹത്തെ ഫുള്ളായിട്ട് തുറക്കും. ഇനിയും വീഡിയോയിൽ പോകരുത്. സെക്കൻഡ് സ്റ്റെപ്പിലും വീഡിയോയിൽ പോകരുത്. എൻ്റെ പ്ലേ ലിസ്റ്റിലേക്ക് പോകണം. എൻ്റെ പ്ലേ ലിസ്റ്റ്. ഇനി ഈ ചാനലിലുള്ള ഇതിനകത്ത് 5000 ചില്ലാനം വീഡിയോസ് ഉണ്ട്. ഓരോ ധ്യാനങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ഫാമിലി റിട്രീറ്റ് UAE അലയൻസിൽ നടന്ന ഫാമിലി റിട്രീറ്റിന് 69 വീഡിയോസ് ഉണ്ട്. അതിവിടെ ഉണ്ട് കംപ്ലീറ്റ്. അതുകൂടാണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുകൂടാണ്ട് ഇപ്പോൾ ഞാനൊരു പുതിയ സംവിധാനം തുടങ്ങിയിരിക്കുന്നത് സൺഡേ ഹോംലി, ഞായറാഴ്ചത്തെ ആ പ്രസംഗം. എല്ലായിടത്തും നമുക്ക് ഞായറാഴ്ച പ്രസംഗം കേൾക്കാനുള്ള സൗകര്യമില്ല, സമയമില്ല. കുർബാനയും ചിലയിടത്തില്ല നമുക്ക്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഞായറാഴ്ചത്തെ വചനത്തെക്കുറിച്ചുള്ള ഒരു വിചിന്തനം. This Sunday we are reflecting about the gospel, Mark chapter 10 verse 10. ഇങ്ങനെ ഓരോ സൺഡേയിലത്തെയും ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്തതാ. യു ക്യാൻ സീ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഈ യൂട്യൂബിലൂടെ ഇതെല്ലാം കാണാം. അതുകൂടാണ്ട് കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ് ജീസസ് വണ്ടർ, അനിമേഷൻ ഫിലിം. കുഞ്ഞുങ്ങളെല്ലാം ഒരുപാട് അനിമേഷൻ കാണുന്നവരാണ്. അവർ കാണുന്ന അനിമേഷനിൽ മനുഷ്യ ശബ്ദം സംസാരിക്കുന്ന മൃഗങ്ങളാണ് അധികവും, ഇല്ലേ? മൃഗങ്ങൾ മനുഷ്യ ശബ്ദം സംസാരിക്കണം. രാവിലെ മുതൽ മൃഗങ്ങൾ മനുഷ്യരെ പോലെ സംസാരിക്കുന്നത് കണ്ട് വൈകുന്നേരം ആയപ്പോൾ വേറൊരാൾ മനുഷ്യ ശബ്ദം സംസാരിക്കുന്നത്. അത് ഏത് മൃഗമാണെന്നുള്ളതാണ് എൻ്റെ നോട്ടം. കുഞ്ഞുങ്ങളിലേ ഉണ്ടാവുന്ന വലിയ ഒരു അൺറിയലിസമാണത്. അതുകൊണ്ട് അവർക്ക് ആ മനുഷ്യ ശബ്ദത്തിനോട് റെസ്പെക്റ്റും ഇല്ല. മോളെ നിന്നോടല്ലേ പറഞ്ഞത്, നീ അത് ഓഫ് ചെയ്ത് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അവൾക്കത് കേട്ടിട്ട് ഒരു വലിയ പ്രത്യേകത ഒന്നുമില്ല. എന്തുകൊണ്ടാ? അവർ കാണുന്നത് മുഴുവനും മൃഗങ്ങൾ മനുഷ്യ ശബ്ദം സംസാരിക്കുന്നതാ. നിസ്സാര കാര്യമല്ല ഞാനീ പറയണത്. അതുകൊണ്ട് അവരെന്ത് വീഡിയോ കാണണമെന്നുള്ളത്, എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കൊടുക്കും, സമയം പോട്ടെ, പക്ഷേ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാമല്ലോ എന്നും പറഞ്ഞിരിക്കല്ല. അവർക്ക് നല്ല വീഡിയോസ് കാണിക്കണം. അതിൽ വയലൻസും നീ കണ്ടു കഴിഞ്ഞാൽ തന്നെയും. ഇപ്പം ഇവിടെയുള്ളത് അനിമേഷൻ ഫിലിംസ്. ഇതിപ്പോൾ CD ആയിട്ട് ഞാൻ കുറേ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് അടിച്ച് ഇവിടെ ഫ്രീ ആയിട്ട് തരാനായിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ഗെറ്റ് ഇറ്റ്. എങ്കിലും ജീസസ് വണ്ടർ എന്ന അനിമേഷൻ ഫിലിം, അത് ഇതുപോലെ തന്നെ ജീസസ് വണ്ടർ, ഒറ്റ വാക്ക് കേട്ടോ. എന്താണ് എല്ലാവരും പറഞ്ഞ്? ജീസസ് വണ്ടർ. ഇത് വേറെ ആരും ഈ പേരെടുത്തിട്ടില്ല, നമ്മൾ മാത്രം എടുത്തിട്ടുള്ളൂ ഈ പേര്. അതിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഈശോയുടെ ഒരു പടമുള്ളത് കാണും. അതിൽ പോകണം. കണ്ടോ, അതിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പ്ലേ ലിസ്റ്റിൽ പോകണം. പ്ലേ ലിസ്റ്റിൽ പോകാം. അത് കഴിഞ്ഞിട്ട് പല ലാംഗ്വേജ്, ഇംഗ്ലീഷ് വേണം, ഇംഗ്ലീഷ്, മലയാളം, ജർമ്മൻ, സ്പാനിഷ്, ഹിന്ദി, ഇങ്ങനെ ഇത്രയും ലാംഗ്വേജുകളിൽ ഇപ്പോൾ നമുക്കുണ്ടത്. ഇത് നമ്മൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടി. ഇതിനകത്ത് ഇപ്പോൾ ഞാനൊരു സാമ്പിളായിട്ട് കാണിക്കാം. അതിൻ്റെ ഒരു തീം സോങ് ആണിത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ 28ഓളം വീഡിയോസ് കർത്താവിൻ്റെ ജീവിതത്തിൽ നടത്തിയ എവൻസ്. ഇതൊന്നും കഥയല്ല, അത്ഭുതങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിങ്ങനെ കാണുകയും
പിള്ളേർ പറയും ഐ ഹാവ് സീൻ ഇറ്റ് വൺസ് എന്ന് പറയും. ഇത് എല്ലാ ദിവസവും കാണാം. ഇതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഒരേ ബൈബിൾ തന്നെ വായിക്കണേ, എല്ലാ ദിവസവും ഒരേ വിശുർവാന തന്നെ കൂടണേ എന്ന പോലെ എല്ലാ ദിവസവും കാണുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സ് നിർമ്മലമാകുകയും നമ്മൾ തന്നെ ഇത് കണ്ടാൽ ഒരു ക്ലിപ്പ് കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര കോരിത്തരിക്കുന്ന അനുഭവമാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഉദ്ദേശത്തിലൂടെ ചെയ്തിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് കണ്ണടച്ച് ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, ജ്ഞാനം നൽകണേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം ദൈവിക ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആക്കണമേ. ഇതാ പെട്ടെന്നൊരു ആശയം തോന്നുകയാണ്. ഒരു 2-3 മിനിറ്റ് കൂടി എടുക്കൂട്ടോ. ഈശോ പറഞ്ഞു, വിശ്വസിക്കുന്നവർ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സുഖമാകും. ഞാനൊരു ഹീലറല്ല, ഐ ആം നോട്ട് എ ഹീലർ, ബട്ട് ഐ ആം എ ബിലീവർ. ഞാൻ വിശ്വസിക്കുന്നു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു നാമം അല്ലാതെ. എല്ലാവരും വിശ്വസിക്കുന്നുവോ? എല്ലാവരും ഇത് വിശ്വസിക്കുന്നുവോ? യേശുവിലൂടെ മാത്രമേ എല്ലാ ലോകത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുകയുള്ളൂ. യേശു ക്രിസ്തു വന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആയിരുന്നോ? യേശു വന്നപ്പോൾ വല്ല ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ആർക്കു വേണ്ടി യേശു വന്നത്? ലോകം മുഴുവനും വേണ്ടിയാണെന്നും ആ യേശു ലോകരക്ഷകനാണെന്നും ഈ രാജ്യത്തുള്ള എല്ലാ ജാതി മതസ്ഥരിലും അവരുടെ പാപവും യേശു കുരിശിൽ ഏറ്റെടുത്തോ? ഇത് വിശ്വസിക്കുന്നുവോ? ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പരിയാട്ടിൻ കുട്ടിയായ ഈശോ തമ്പുരാനാണ് ഈശോ എന്ന് വിശ്വസിക്കുന്നുവോ? ഈ അറബി നാടുകളിലുള്ള എല്ലാവരുടെയും പാപം യേശു ഏറ്റെടുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതൊക്കെ പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഒരു അടയാളമായിട്ട് കർത്താവ് ഇപ്പോൾ പറയാണ്, ആർക്കെങ്കിലും ശരീരത്തിൽ വേദന, ശക്തമായ വേദനയുള്ളവർക്ക് ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിപ്പോൾ മാറും, നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് മാറും. എന്തിനാണത്? അടയാളമാണ്. രോഗശാന്തി എന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുണ നമ്മൾക്ക് ഫ്രീ ആയിട്ട് നൽകിയിരിക്കുന്നതാണെന്നുള്ളതിൻ്റെ അടയാളമാണ്. ശക്തമായ നടുവേദനയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇപ്പോൾ നടുവേദനയുള്ളവർ ഉണ്ടെങ്കിൽ വരൂ, ഇപ്പോൾ അത് സൗഖ്യപ്പെടും. നടുവേദന, ഇയാൾ തന്നെ വാ, ഇവിടെ നിൽക്കും. ഒരു മിനിറ്റ്, എന്താ പേര്? അനിൽ പോൾ. വൈഫിന്റെ പേരെന്താ? ലിറ്റി അനിൽ. ലിറ്റി അനിൽ. എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികൾ. വെരി ഗുഡ്. ഇപ്പോ നിങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ദാറ്റ്സ് ദ പോയിന്റ്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥനയിൽ ആ ഇരുന്ന സ്ഥലത്തുനിന്ന് എണിക്കുമ്പോൾ തന്നെ സൗഖ്യം ആരംഭിക്കുന്നുള്ളതാണ്. ബിക്കോസ് യു റെസ്പോണ്ടഡ് ഫോർ ദ ഫെയ്ത്ത്. നിങ്ങൾ ആ വിശ്വാസത്തിൻ്റെ എന്താ പറയുക, സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു. ഇനി ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഇപ്പം ടെൻഷൻ അടിക്കണ്ടാവില്ലേ? എന്താണാവോ സംഭവിക്കാൻ പോണേ, നടക്കോ ഇല്ലയോ, നടന്നില്ലെങ്കിൽ ആകെ ചമ്മി പോരേണ്ടി വരുമല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്കുണ്ടാവും. അതിൻ്റെ മധ്യത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നു ഇപ്പോൾ കർത്താവ് പറഞ്ഞ ഈ വചനം ഇവിടെ പൂർത്തിയാകാൻ പോവുകയാണ്? വിശ്വസിക്കുന്ന ഒരാൾ മറ്റൊരാൾ വിശ്വസിക്കുന്ന ഒരാളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറയാണ് കൈവയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ആര് സൗഖ്യപ്പെടുത്തും? കർത്താവ് സൗഖ്യപ്പെടുത്തും എന്നും പറഞ്ഞ വചനം ഇപ്പൊ പൂർത്തിയാകുമോ? ഇപ്പോ കർത്താവ് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് സൗഖ്യം കിട്ടുമെന്ന് വിശ്വാസമുള്ളവരൊന്ന് കരമുയർത്തിയേ. ആ കരമുയർന്ന് നിൽക്കട്ടെ. അങ്ങനെ കരമുയർത്തി പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ. കർത്താവ് അങ്ങ് അരുളി ചെയ്തിരിക്കുന്ന വചനം ഇപ്പൊ പൂർത്തിയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട്, വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ടാകും. അവർ രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ
രോഗികൾക്ക് സൗഖ്യം കിട്ടും. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഉയർത്ത് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. ഇതാ കർത്താവിൻ്റെ ശക്തി മകനിലൂടെ ഒഴുകുന്നു. കർത്താവ് മകന്റെ നടുവിൻ്റെ വേദന കർത്താവ് ഇപ്പോൾ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ശക്തി മകനെ സ്പർശിച്ചുകൊണ്ട് ഇവന്റെ ഉള്ളിൽ വസിക്കുന്നവൻ ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങളും ഈ ലോകത്തിലുള്ളവരെല്ലാവരും അറിയുന്നതിനായിട്ട് ഇവരെ ഒരു അടയാളമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, all blood vessels, tissues, bones and muscles come back to normal healthy condition and be healed. ഓ ഈശോയെ, നന്ദി ഈശോയെ. അങ്ങ് പറഞ്ഞ കാര്യമെല്ലാം സംഭവിക്കും എന്ന് വിശ്വസിച്ചവളെ ഭാഗ്യവതി. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ശക്തി ഒഴുകുന്നു കർത്താവേ. ഈ ശക്തി ഈ കരമുയർത്തിയിരിക്കുന്ന എല്ലാവരിലേക്കും ഒഴുകട്ടെ. ഇവിടെയുള്ള എല്ലാവരിലേക്കും ഈ വിശ്വാസത്തിന്റെ ശക്തി ഒഴുകട്ടെ. സ്തുതിക്കാവുന്ന കൂടി യേശുവേ, ഞങ്ങളെല്ലാവരിലേക്കും ഇപ്പോൾ ഞങ്ങളെല്ലാവരിലേക്കും അങ്ങയുടെ അത്ഭുതകരമായ ശക്തി, സൂപ്പർ നാച്ചുറൽ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് മൈ ഫ്ലോ. പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാവരിലേക്കും ഒഴുകണേ. ഇവർക്ക് എല്ലാവർക്കും അഭിഷേകമാകണമേ. ഇന്ന് മുതൽ ഇവരുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മ ശക്തി ഉണരട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാവരിലും വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഉണരണമേ, കത്തിപ്പടരണമേ. അഭാപിതാവേ, ഇപ്പോൾ എല്ലാവരിലും ജ്ഞാനം തുറക്കണമേ, വിവേകം തുറക്കണമേ, ദൈവശക്തി തുറക്കണമേ, ദൈവസ്നേഹം തുറക്കണമേ, സമാധാനം നൽകണമേ. ആത്മാവിലുള്ള ജീവിതം തുറക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നോക്കിയേ, കുനിഞ്ഞു നോക്കി, ഒന്ന് അങ്ങോട്ട് നോക്കണോ? കുനിഞ്ഞ്. എന്താ സംഭവിച്ചേ? എനിക്ക് വ്യത്യാസം തോന്നിയിട്ടില്ല. അറിയില്ല, കാരണം കിടന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാവാം. ഞാൻ കിടക്കുന്ന മാഗ്നസിന്റെ പ്രത്യേകത ഞാൻ വിചാരിച്ചിരുന്നത് പല രീതിയിലും ഫ്ലാറ്റ് ആയിട്ട്. വേദന ഉണ്ടോ? ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഒന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, വേദന ഉണ്ടോ? ഇല്ല, വേദനയില്ല. അതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൈ അടിച്ച് കർത്താവ് നന്ദി പറയാം. ഇനി വിശ്വസിക്കുക, ഈ വേദന ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കുക. ഇപ്പൊ വേദന ഇല്ല, ഈ വേദന തിരിച്ചു വരുമോ? ഇല്ല എന്ന് ഞാൻ വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് ഫെയ്ത്ത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം കർത്താവിന് നന്ദി പറയാം. നമുക്ക് ഈ ധ്യാനത്തിലൂടെ, ഈ ഒരു ദിവസത്തിലൂടെ കിട്ടിയ ആശയങ്ങൾ കൂടുതലായി വിചിന്തനം ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ വലിയൊരു ആശയം നമുക്ക് കിട്ടി. ദൈവരാജ്യത്തെക്കുറിച്ച് അറിയാനും ദൈവനീതിയെക്കുറിച്ച് അറിയാനും നമ്മളും നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ കരവേലയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിൽ തന്നെ നമുക്ക് സമ്പത്തായി നൽകിയിരിക്കുന്നു. അപ്പോൾ എന്താ നമ്മുടെ സമ്പത്ത്? ദൈവമാണ്, നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? അവർക്ക് കുറേ സ്ഥലം മേടിച്ച് കൊടുക്കണ്ടേ? അവർക്കൊരു വീട് പണിത് കൊടുക്കണ്ടേ? ഇതൊന്നും നമ്മുടെ ഉത്തരവാദിത്വം അല്ല. എന്നാൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താ നമ്മുടെ ഉത്തരവാദിത്വം? നമുക്ക് കിട്ടിയ വിശ്വാസം അവർക്ക് പകരണം. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ സമ്പത്ത്. നമുക്ക് കിട്ടിയ ജ്ഞാനമാണ് സമ്പത്ത്. അത് അവർക്ക് കൊടുക്കണം. അതാണ് നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള റെസ്പോൺസിബിലിറ്റി. കാലിത്തൊഴുത്തിൽ പിറന്ന കർത്താവ് ആരോടും പറയണില്ല, നമ്മുടെ മക്കൾക്കെല്ലാം വേണ്ടി നിങ്ങൾ വലിയ കോട്ട പണിത് വെച്ചേക്കണം എന്നൊന്നും. എന്നാൽ കാലിത്തൊഴുത്തിൽ പിറന്ന കർത്താവ് എന്നും പറയുന്നത്, ഞാൻ വളർന്ന പോലെ നിങ്ങൾ മക്കളെ വളർത്തണം, ജ്ഞാനത്തിൽ അവരെ ശക്തിപ്പെടുത്തണം. കുഞ്ഞായിരുന്നപ്പോൾ 12 വയസ്സിൽ മാതാപിതാക്കൾ അവരെ വിട്ടുകൊണ്ട് ആ കുഞ്ഞ് ദേവാലയത്തിൽ ജ്ഞാനികളോടൊപ്പം
നിന്നുകൊണ്ട് ജ്ഞാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ആ കുഞ്ഞു വലുതായി 30 വയസ്സായി കഴിഞ്ഞപ്പോൾ കേട്ടവരെല്ലാം എടാ ഇവന് ഇത്രയും വലിയ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി, ഇവൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കിട്ടിയത്? ഈ ആശാരിയുടെ മോന്. ഇതാണ് നമുക്ക് മാമോദീസായിലൂടെ തന്നിരിക്കുന്നത് ആ ആത്മാവ്. അപ്പോൾ ലെറ്റ് us ഹോൾഡ്. നമ്മുടെ സമ്പത്ത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവം തന്നെയാണ്. ആ സമ്പത്ത് മക്കൾക്ക് കൊടുക്കണം. അത് കൊടുക്കുന്നതിന് നമ്മൾ തന്നെ സമയമെടുക്കണം, നമ്മൾ തന്നെ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. സമയമാണ് വലിയൊരു പോയിന്റ്. മക്കൾക്ക് വേണ്ടി വി മസ്റ്റ് ഇൻവെസ്റ്റ് ടൈം. എവൻച്വലി അതാണ് വാസ്തവം. നമ്മൾ ആയമാരുണ്ടാകും, നമ്മൾക്ക് നോക്കാൻ ആൾക്കാരുണ്ടാകും, അവരിൽ നിന്ന് ജ്ഞാനമൊഴുകില്ല. അവർ കെയർ ചെയ്തോളും എല്ലാം, ജ്ഞാനമൊഴുകില്ല. ജ്ഞാനമൊഴുകേണ്ടത് അപ്പനിലും അമ്മയിലൂടെയാണ്. സമയം കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിനും ഇവിടെ വന്നതിന് നന്ദി പറയുന്നു. നാളെ അല്ലെങ്കിൽ അടുത്ത് റാസൽ ഖൈമയിൽ 3 ദിവസത്തെ വരദാന അഭിഷേക ധ്യാനമുണ്ട്. അതിന് നിങ്ങൾ വരാൻ നോക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി യൂട്യൂബിൽ ഈ കാസറ്റ്, ഈ ധ്യാനങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങൾ എന്നോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് K.Thomas.Paul ഒറ്റ വാക്ക് K.Thomas.Paul@gmail.com K.Thomas.Paul@gmail.com. ഇനി നിങ്ങൾക്കത് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ എന്നോട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ബെന്നി ചേട്ടനോട് പറഞ്ഞ് എൻ്റെ ടെലിഫോൺ നമ്പറൊക്കെ തരും. നിങ്ങൾ എന്നെ വിളിക്കാം. എന്തെങ്കിലും എല്ലാ സഹായങ്ങളും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. നമ്മൾക്ക് വേണ്ടി ഇവിടെ വന്ന് നമ്മൾക്ക് ഈ ധ്യാനത്തിലൂടെ ജ്ഞാനത്തിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ മറ്റു കാര്യങ്ങളും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും നമ്മളെ സഹായിച്ചിട്ട് നമുക്ക് ഏറ്റ് നിന്നുകൊണ്ട് തോമസ് പോൾ ബ്രദറിന് ഒരു നന്ദി പറയാം. അപ്പോൾ ഇനിയത്തെ പ്രാവശ്യം തോമസ് പോൾ ബ്രദർ കൂടെ വരുമ്പോൾ കുറച്ചും കൂടി സമയം കണ്ടെത്താനും ഞങ്ങളെ കൂടുതലും പഠിപ്പിക്കുവാനും അവസരം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വർഷം എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞിട്ട് നീ എന്തി പറയണേ? എപ്പോഴാണ് ഇനി വരുന്നതെന്ന് ചപ്പാ 1 വർഷം കഴിഞ്ഞാൽ പോരെ. ഇപ്പോഴേ തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി പഠിക്കാൻ ഈ പറഞ്ഞ ഐഡിയകളിലൂടെ നോക്കണം കേട്ടോ. 1 വർഷം തോമസ് പോൾ ബ്രദറിന് വേണ്ടി നോക്കിയിരിക്കേണ്ട. കർത്താവ് ഈശോ മിശിഹ എവിടെയുണ്ട്, ജ്ഞാനം എവിടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. വി വിൽ ട്രൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടോ? താങ്ക് യു. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാലോ? ഒരു ചെറിയ പാട്ട് പഠിപ്പിച്ചു തരാം പെട്ടെന്ന്. जय बोलो यीशु मसीह की जय बोलो, जय बोलो यीशु मसीह की जय बोलो. എല്ലാവരും ജയ് ബോലോ കമാൺ. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് അധികവും. എല്ലാവരും, എല്ലാ കുട്ടികളും ജയ് ബോലോ യേശു മസീഹ की जय बोलो. എല്ലാവരും ശബ്ദമുയർത്തി ജയ് ബോലോ യേശു മസീഹ की जय बोलो. ഒന്നും കൂടി ശബ്ദമുയർത്തി ജയ് ബോലോ യേശു മസീഹ की जय बोलो. പിള്ളേരെല്ലാം ഒന്നുകൂടി ഉച്ചത്തിൽ ജയ് ബോലോ യേശു മസീഹ की. ഇങ്ങനെ കയ്യും തലയും ശരീരം മുഴുവൻ ആട്ടിയിട്ട് വേണം ജയ് ബോലോ യേശു മസീഹ की जय बोल. കമാൺ ജയ് ബോലോ യേശു മസീഹ. ഓക്കെ. അപ്പം നിങ്ങൾ പോകുമ്പോൾ എല്ലാം ഇങ്ങനെ പാട്ട് പാടിയിട്ട് പോകണം. ഒരു 2 വരിയേ ഉള്ളൂ ഇല്ലേ? എല്ലാവരും അങ്ങനെ പാടൂല്ലേ? യെസ്. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.